ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2025 റിലീസായ സ്റ്റഡി ഗ്രൂപ്പ് എന്ന ഒരു ആക്ഷൻ കോമഡി സീരീസാണ്. മൊത്തം 10 എപ്പിസോഡുകളാണ് ഈ സീരീസിലുള്ളത്. അപ്പോൾ നമുക്ക് നേരെ എക്സ്പ്ലനേഷനോട്ട് കടക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ഈ പ്രിൻസിപ്പൽ എല്ലാ കുട്ടികളോടും നിങ്ങളൊക്കെ ഭാവിയിൽ ഗ്യാങ്സ്റ്റേഴ്സ് ആവാനാണോ ആഗ്രഹിക്കുന്നത്? എനിക്കറിയാം അല്ലെന്ന്. എന്നാൽ നമ്മുടെ ഈ സ്കൂളിൽ ഗ്യാങ്സ്റ്റർ ട്രെയിനിങ് ആണ് കൊടുക്കുന്നതെന്നും പറഞ്ഞ് ഒരാളിപ്പോൾ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് പെറ്റീഷൻ കൊടുത്തിരിക്കുകയാണ്. അത് ഈ സ്കൂളിൻ്റെ ഇമേജ് കളയുന്നതിന് മാത്രമല്ല, നമ്മൾ ഉടനെ ഇൻസ്പെക്ഷന് വിധേയമാവുകയും ചെയ്യും. അത് ഉറപ്പായി പിന്നീട് സ്കൂൾ പൂട്ടുന്നതിന് കാരണമാകും. എന്താ ശരിയല്ലേ മിസ് ലീ എന്ന് പ്രിൻസിപ്പൽ ലീയോട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ചോദിക്കുമ്പോഴാണ് ആ പെറ്റീഷൻ കൊടുത്തത് ഇവളാണെന്ന കാര്യം കുട്ടികൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നത്. നമ്മുടെ പാവം സ്റ്റുഡൻസിനെയാണ് ഒരു കാര്യവുമില്ലാതെ അക്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങോട്ടേക്ക് വന്ന് അവരോടൊരു ക്ഷമയെങ്കിലും ചോദിക്കാതിരിക്കുന്നത് മോശമല്ലേ? പോകാൻ മടിച്ചിരിക്കുന്ന ലിയോടാണെങ്കിൽ കുട്ടികൾ എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് ക്ഷമ ചോദിക്കാൻ വേണ്ടി പറയുകയാണ്. അങ്ങനെ ഇവൾ സ്റ്റേജിൽ കയറും. നമ്മുടെ സ്കൂൾ ഒരു നോർമൽ സ്റ്റേജിലല്ല ഇപ്പോൾ ഉള്ളത്. ഞാൻ ഈ സ്കൂളിലേക്ക് വന്നത് വളരെ അടുത്താണ്. എന്നാലും ഈ സ്കൂളിനെ കുറിച്ച് എനിക്ക് ഒരുപാട് മുന്നേ അറിയാം, എൻ്റെ ടീച്ചർ മുഖേന. മരിച്ചുപോയ ഓൻ ജോങ് ഇപ്പോൾ ഫ്ലാഷ് ബാക്കിൽ ഏതാണ്ട് ഒരു കൊല്ലം മുന്നേ ഈ ജോങ് എന്ന് പറയുന്ന ടീച്ചർ ലിയോട് നീ ടീച്ചർ സർട്ടിഫിക്കേഷൻ എക്സാം പാസ്സാവില്ലേ എന്നൊക്കെ ചോദിച്ച് ഉറപ്പാക്കുകയാണ്. ഈ ഹോ ജോങ് പണ്ട് ഇവളുടെ ടീച്ചറായിരുന്നു. ഇവർ തമ്മിൽ നല്ലൊരു ബോണ്ടിങ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇവളെ കാണുമ്പോഴും ഇവളോട് സംസാരിക്കുമ്പോഴും ഈ ടീച്ചറിന് ഒരു സമാധാനമാണ്. നിന്നെ കാണുമ്പോഴാ മനസ്സൊന്ന് മാറുന്നത്. കുട്ടികളൊന്നും ഇപ്പോൾ നമ്മൾ വിചാരിച്ച പോലെയല്ല. ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ അങ്ങനത്തെ ഒരു സ്കൂൾ സെലക്ട് ചെയ്യണ്ട എന്ന്. എന്തായാലും മിസ് അവിടെ ഇല്ലേ, ഇനി അവിടെ എല്ലാം മാറിക്കോളും. മിസ്സാണെങ്കിലും നീ നിൻ്റെ എക്സാം ഫോക്കസ് ചെയ്യ്. എക്സാം തോറ്റ് അവസാനം കരഞ്ഞുകൊണ്ട് എന്നെ വിളിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഇവളെ കളിയാക്കുകയാണ്. എന്നാൽ പിന്നീട് ഇവൾ അറിയുന്നത് ആരോ സ്ട്രീറ്റിൽ വെച്ച് ഈ ജോങ് മിസ്സിനെ കത്തി കൊണ്ട് കുത്തിയെന്നും അവർ മരണപ്പെട്ടു എന്ന കാര്യവുമാണ്. ഈ സ്കൂൾ നോർമലാക്കി ഞാൻ മാറ്റും. ഈ സ്കൂളിനെ ഇല്ലാണ്ടാക്കിയവരെ മാറ്റാനായിരുന്നു ഞാൻ ആദ്യം ശ്രമിച്ചത്. പക്ഷേ ഇപ്പോൾ അവരാൽ വേദനിപ്പിക്കപ്പെടുന്നവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അതിനിപ്പോൾ എൻ്റെ എതിരാളി ആരാണെങ്കിലും. ഇത് ഇവൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഗ്യാമിൻ അങ്ങോട്ടേക്ക് വരുന്നതും പീഹാനിൻ്റെ മോന്തക്ക് നോക്കി ഒരെണ്ണം കൊടുക്കുന്നതും. അടി കൊള്ളുമ്പോൾ വേദനിക്കുന്നുണ്ടല്ലേ? കാരണം നീയും ഒരു സാധാരണ മനുഷ്യനാ, അതുകൊണ്ട് ഒരുപാട് അഭിനയിക്കുന്നു നിർത്ത് എന്നിവൻ പീഹാൻ്റെ മുഖത്ത് നോക്കി പറയും. ഈ ഒരു രംഗം കണ്ട് സ്റ്റുഡൻസ് എല്ലാവരും ഭയങ്കര ത്രില്ലടിച്ചിരിക്കുകയാണ്. കാരണം എല്ലാവരും ഒന്ന് മുട്ടാൻ പേടിക്കുന്ന പീഹാനെയാണ് ഇവനിപ്പോൾ അടിച്ചിരിക്കുന്നത്. ഇതേ സമയം പീഹാനിൻ്റെ 3 ആളുകളും അടിയൊക്കെ കൊണ്ട് ടെറസിൽ കിടക്കുകയാണ്. ഇവരുടെ മെയിന് ആ മഞ്ഞത്തലിനില്ലേ, അവൻ്റെ പേര് സഞ്ജോൾ എന്നാണ്. അവനാണെങ്കിൽ ഒരു കൂസലുമില്ലാണ്ട് എന്തോ ഒന്ന് വായിച്ചുകൊണ്ടിരിക്കുന്നത് കാണും. എടാ, ഈ സാഹചര്യത്തിലും ഒന്നും നടക്കാത്ത പോലെ നീ ഇതും വായിച്ചുകൊണ്ടിരിക്കുകയാണോ? ബാക്കപ്പ് ഫൈറ്ററായിട്ട് ഇനിയും നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനത് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് സഞ്ജോൾ ചോദിക്കുന്നത് കേൾക്കുമ്പോൾ, പിന്നെ നീ എങ്ങനെയാടാ പൈസ ഉണ്ടാക്കാൻ പോകുന്നത്? ഫൈറ്റിംഗ് മാത്രമല്ലേ നമുക്കറിയൂ. നീ എന്താണ് ഒരുപാട് ഇന്നസെൻ്റ് ആയിട്ട് അഭിനയിക്കുകയാണോ? നിൻ്റെ ഗ്രാൻഡ് പ പോലും എന്ന് പറഞ്ഞു തുടങ്ങും മുന്നേ അത് നിർത്തും. എൻ്റെ ഗ്രാൻഡ് പാക്ക് എന്താണെന്ന് സഞ്ജോൾ ചോദിക്കുമ്പോൾ ഒന്നും പറയാതെ അവൻ അവിടെ നിന്നും പോകും. ശേഷം ഇവിടെ പീഹാനാണെങ്കിൽ അടികൊണ്ട് ആ ഒരു ദേഷ്യത്തിലേക്ക് ഇരിക്കുകയാണ്. അത് ഒന്നുകൂടെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അടുത്തിരിക്കുന്ന മിൻഹാൻ. എനിക്കറിയാം നീ ദേഷ്യത്തിലാണെന്ന്. അച്ഛൻ്റെ പേരും പറഞ്ഞ് സ്കൂളിൽ പിടിച്ചെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല. എന്നിപ്പോൾ പീഹാനാണെങ്കിൽ എനിക്കപ്പോഴേ ആ മരിച്ചുപോയ മിസ്സുമായി എന്തോ ഒരു സിമിലാരിറ്റി തോന്നിയിട്ടുണ്ടായിരുന്നു. അവൾ അവരുടെ സ്റ്റുഡൻ്റ് ആയിരുന്നു. പീഹാൻ ഇപ്പോൾ ഫോൺ എടുത്ത് ആരെയോ കോൾ ചെയ്യും. എങ്ങനെ സഞ്ജോൾ, അതിന് ഓക്കെ അല്ലേ എന്ന് ഇവൻ ആ കോളിനോട് ചോദിക്കുന്നത് കേൾക്കാം. ഇതേ സമയം സഞ്ജോൾ ഉള്ളത് ഇവൻ്റെ ഗ്രാൻഡ് പായുടെ അടുത്താണ്. സഞ്ജോളിന് വേറെ റിലേറ്റീവ്സ് ഒന്നുമില്ല, ഗ്രാൻഡ് പേ ആണുള്ളത്. ആളാണെങ്കിൽ ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ ആയിട്ട് ഹോസ്പിറ്റലിലാണ്. സഞ്ജോളിനെ ഒരു നല്ല ആളായി കാണണം എന്നാണ് അയാളുടെ ആഗ്രഹം. നിന്നെ ഒന്ന് നല്ല നിലയിൽ എത്തിക്കണ്ട് കണ്ണടക്കാനാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ ഗ്രാൻഡ് പാ പറഞ്ഞു കേൾക്കുമ്പോൾ, ഞാൻ നല്ല നിലയിൽ തന്നെ എത്തും. ഞാൻ ജോലിക്ക് വേണ്ടിയൊക്കെ പഠിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഗ്രാൻഡ് പാ പേടിക്കണ്ട. ഇപ്രാവശ്യം ഹോസ്പിറ്റൽ ബിൽ അടച്ചിട്ടില്ല. അവരുടെ അടുത്ത് ചെന്ന് യാചിച്ച് കുറച്ച് സമയം കൂടി അവൻ നീട്ടി ചോദിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവൻ ഗ്യാമിനെ ആ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ കാണുന്നത്. ഈ ഹോസ്പിറ്റലിൽ തന്നെയാണ് ഇവൻ്റെ അമ്മയും കിടക്കുന്നത്. അമ്മയുടെ കാര്യവും അറിഞ്ഞ് അതുകൊണ്ടാണ് ഇവൻ പീഹാനെ അടിക്കാൻ ചെന്നത് എന്നൊക്കെ അറിയുമ്പോൾ സിറ്റുവേഷൻ മനസ്സിലാകാതെ പെരുമാറിയതിന് സഞ്ജോൾ ഇവനോട് സോറി പറയും. ഈ സഞ്ജോൾ എന്ന് പറയുന്നത് പീഹാൻ്റെ സൈഡാണെങ്കിലും നമ്മൾ വിചാരിച്ചതുപോലെ ഒരു ടഫ് ക്യാരക്ടറല്ല. അവൻ്റെ ഉള്ളിലും കുറച്ച് നന്മയൊക്കെ ഉണ്ട്. അമ്മയുടെ ഇപ്പോഴത്തെ കണ്ടീഷനൊക്കെ ഇവൻ ഗ്യാമിൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചറിയും. അമ്മയെ ഉടനെ ഡിസ്ചാർജ് ചെയ്യുമെന്ന് ഇവനും പറയും. ഇപ്പോൾ ഗ്യാമിനാണെങ്കിൽ നീ എന്തിനാ പീഹാൻ പറയുന്നതെല്ലാം കേൾക്കുന്നത്? എനിക്കറിയാം നിനക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെന്ന്.
കാരണം അന്ന് അവനെ റൂഫ് ടോപ്പിൽ വെച്ച് തല്ലിയ സമയം ഇവൻ്റെ അടുത്ത് നിന്ന് വീണ ഇൻഡെക്സ് കാർഡ് ഗ്യാമിൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. എന്നിപ്പോൾ സഞ്ജുൾ ചോദിക്കും, പഠിച്ചതുകൊണ്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ? ഒരു നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടും, അവിടെ നിന്നും ഞാൻ ഗ്രാജുവേറ്റ് ആകും, എനിക്കൊരു ജോലിയും കിട്ടും. പക്ഷേ ഞാൻ പീഹാൻ്റെ കൂടെ നിന്നാൽ എനിക്ക് YB കൺസ്ട്രക്ഷനിൽ ചേരാം. ഈ സമയം ഇപ്പോൾ സഞ്ജുളിൻ്റെ കൂടെയുള്ള വേറൊരുത്തൻ അവന് കോൾ ചെയ്ത്, എടാ വേഗം എവിടെയെങ്കിലും പോയി ഒളിച്ചോ, ആ നാറികൾ ഇവിടെ ഉണ്ട് എന്ന് പറയും. അതായത് ഈ YB കൺസ്ട്രക്ഷൻ്റെ അണ്ടറിലുള്ള ട്രെയിനീസ് ഇവൻ കോള് കട്ടാക്കുമ്പോഴേക്കും ആ ട്രെയിനേഴ്സ് അങ്ങോട്ടേക്ക് വരും. YB ഫാമിലിയിലെ ഫൈറ്റേഴ്സിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ട്രെയിനേഴ്സാണ് ഇവർ. സെഞ്ചോൾ കുറേ നാളായാലോ കണ്ടിട്ട്, എങ്ങനെയായിരിക്കുന്നത്, നമുക്കിപ്പോൾ ഒരിടം വരെ പോകാനുണ്ട് എന്ന് കേൾക്കുന്ന ഗ്യാം ആണെങ്കിൽ ഇടയിൽ കയറി നിങ്ങൾ എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന് ചോദിക്കും. ആരാടാ ഈ പുതിയവൻ, എന്താണ് നിൻ്റെ പേര് എന്നിവർ ചോദിക്കുമ്പോൾ ഗ്യാമിൻ പേര് പറയാൻ തുടങ്ങുമ്പോഴേക്കും അത് തടയാനായിട്ട് സഞ്ജോൾ പെട്ടെന്ന് ഗ്യാമിനെ പിടിച്ചു മാറ്റി, അവൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നതാ, എനിക്കവനെ അറിയില്ല, നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ഈ സഞ്ജോൾ അവരുടെ കൂടെ മനസ്സോടെ പോകും. സഞ്ജോൾ ആണെങ്കിൽ അവൻ്റെ ഫോൺ അവിടെ മറന്നു വെച്ചാണ് പോകുന്നത്. അതിലേക്ക് അവൻ്റെ ഗ്രാൻഡ് പ ഇപ്പോൾ വിളിക്കുന്നുണ്ട്. അങ്ങനെ ഗ്യാമിൻ ഗ്രാൻഡ് പയെ കാണാൻ പോകും. ഗ്രാൻഡ് പ ആണെങ്കിൽ കുറേ മാത്സിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് അത് ശരിയാണോ എന്ന് നോക്കാൻ ഗ്യാമിനെ ഏൽപ്പിക്കും. ഏതാണ്ട് 4 എണ്ണമാണ് ഗ്രാൻഡ് പ ശരിയാക്കിയിരിക്കുന്നത്. ഇന്നലെ 3 എണ്ണം ശരിയാക്കി, ഇന്ന് 4, അപ്പം മെച്ചമുണ്ട് എന്ന് പറഞ്ഞിരിക്കുകയാണ് ഗ്രാൻഡ് പ. അങ്ങനെ പോകാൻ നേരം ഗ്യാമിനോട് പ്രത്യേകം ഗ്രാൻഡ് പ പറയുന്നുണ്ട്, സഞ്ജോളിനെ കാണുവാണെങ്കിൽ പഠിക്കുന്നത് എത്ര രസമാണെന്ന് നീ അവനെ പഠിപ്പിക്കണം, നിനക്കതിന് പറ്റുമെന്ന് എനിക്കറിയാം. ശേഷം പിറ്റേന്ന് സ്കൂളിലേക്ക് വന്ന സ്റ്റഡി ഗ്രൂപ്പ് മൊത്തം ഒരു ന്യൂസ് കേൾക്കുകയാണ്. ഏതൊരു വ്യക്തി ആരെയോ കുത്തിക്കൊന്ന കേസ്. അതിലെ സസ്പെക്റ്റ് എന്ന് തോന്നിക്കുന്ന ആളുടെ വീഡിയോ ദൃശ്യങ്ങളും മീഡിയയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ആ വീഡിയോ കാണുന്ന സ്റ്റഡി ഗ്രൂപ്പിന് മനസ്സിലാവും അത് സഞ്ജോളാണെന്ന്. ഗ്യാമിനാണെങ്കിൽ ഇത് കേട്ട് ഷോക്കായി നിൽക്കുകയാണ്. ഈ സമയം ലീ മിസ്സും മിസ്സിൻ്റെ ഫ്രണ്ടായിട്ടുള്ള പോലീസ് ഓഫീസറും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. കാരണം ഇന്നലെ സഞ്ജോളിനെ ഇവൻ മീറ്റ് ചെയ്ത കാര്യം ഇവരറിഞ്ഞിട്ടുണ്ടായിരുന്നു. കാര്യങ്ങൾ ചോദിച്ചറിയുമ്പോൾ യൂൻബോഗ് ഗ്യാങ് മെമ്പേഴ്സാണ് അവനെ വന്ന് കൂട്ടിക്കൊണ്ടുപോയതെന്ന കാര്യമൊക്കെ ഗ്യാമിൻ പറയും. അങ്ങനെ പോകാൻ തുടങ്ങുന്ന പോലീസുകാരനോട് ഗ്യാമിൻ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സഞ്ജുൾ ഒരു കൊലപാതകിയാണെന്ന്? അപ്പോൾ ഈ പോലീസുകാരൻ പറയും, സംശയമുള്ളവരുടെ കൂട്ടത്തിൽ മുന്നിൽ അവനാണ്, എൻ്റെ തോന്നലിന് ഇവിടെ പ്രസക്തിയില്ല എന്ന്. ഇതേ സെയിം ചോദ്യം തന്നെ ഗ്യാമിൻ സേഹോനോട് ചോദിക്കുന്നുണ്ട്. അവൻ ഒരു ബാക്കപ്പ് ഫൈറ്ററാണ്, പീഹാനുമായിട്ട് വളരെ ക്ലോസ് ആണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇത് അവൻ ആയിക്കൂടാ എന്നുമില്ല എന്നാണ് സേഹോണും പറയുന്നത്. പിറ്റേന്ന് നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പിൻ്റെ അടുത്ത് വന്ന് ഹേവോണും സേഹോണും കൂടെ ഒരു പ്രസൻറ്റേഷൻ നടത്തുകയാണ് സഞ്ജുളുടെ മേർഡർ കേസിനെ സംബന്ധിച്ച്. എന്നാൽ ജീവു അടക്കം നിൽക്കുന്നത് ആ കൊലപാതകിയുടെ കാര്യം എനിക്ക് കേൾക്കണ്ട എന്ന മട്ടിലാണ്. ഇവിടെ കുട്ടികൾ ചെയ്യുന്ന കൊലപാതകം ഒരുപാടാണ്. അത് ലാസ്റ്റ് ഇയർ പീഹാൻ സ്കൂളിൽ ജോയിൻ ചെയ്തതിനെ തുടർന്നും കൂടിയാണ്. ഓവറോൾ ക്രൈം റേറ്റ് കൂടുന്നൊന്നുമില്ല, എന്നാൽ ജുവനൈൽ ക്രൈം റേറ്റാണ് കൂടുന്നത്. അതിനെന്തായിരിക്കും കാരണം? കാരണം ഒന്നേ ഉള്ളൂ, മറ്റുള്ളവർ ഹൈസ്കൂൾ സ്റ്റുഡൻസിനെ വെച്ച് കൊലപാതകം ചെയ്യുന്നു. നമ്മളെല്ലാവരും മൈനേഴ്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കുറ്റം ചെയ്താലും കോടതി നമ്മളെ ഒരുപാട് കാലം ശിക്ഷിക്കാൻ പോകുന്നില്ല. എന്നാലും ആരുടെ ഈ കേസൊക്കെ ഏറ്റെടുത്ത് ജയിലിൽ പോകാൻ തയ്യാറാവുന്നത് എന്നിവർ ചോദിക്കുമ്പോൾ ഒരു 3 കൊല്ലം ജയിലിൽ കിടന്ന് YB ഫാമിലി ജോയിൻ ചെയ്യാം എന്നാണെങ്കിൽ ആരും ഇതിനെ സമ്മതിക്കുമെന്ന് സേഹോൺ പറയുന്നു. എന്നാലും ഇവൻ കുറ്റം ചെയ്തിട്ടില്ലെന്ന് തെളിയിക്കാൻ എവിഡൻസ് ഒന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുന്നു. ശേഷം സ്കൂൾ വിട്ട് വീട്ടിലോട്ട് പോകുന്ന ഗ്യാമിൻ്റെ മുന്നിലേക്ക് സെഞ്ചോളിൻ്റെ ഫ്രണ്ടില്ലേ അവൻ ഓടി വരികയാണ്. ഇവൻ എന്തിനെയോ പേടിക്കുന്നുണ്ട്. ഇവൻ ഇപ്പോൾ ഗ്യാമിനോട് പറയും, സഞ്ജോളല്ല ആ കൊലയാളി, എനിക്ക് നിന്റെ ഹെൽപ്പ് വേണം. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വന്ന ട്രെയിനേഴ്സിൽ ഒരാൾ ഇവനെ അടിച്ച് നിലത്തേക്കിടുന്നു. വീണ്ടും അടിക്കാൻ ചെല്ലുമ്പോൾ അത് ഗ്യാമിൻ തടയും. നീ ആ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടവനല്ലേ, മോൻ എങ്ങോട്ടാ പോകാനുള്ളത്, പൊക്കോ, വെറുതെ ഇതിനൊന്നും തലയിടണ്ട എന്ന് പറഞ്ഞ് ഈ ട്രെയിനർ വീണ്ടും അവനെ അടിക്കാൻ വേണ്ടി പോകുമ്പോൾ ഗ്യാമിൻ ഒരൊറ്റ പഞ്ചിൽ തന്നെ അവനെ ബോധം കെടുത്തി വിടും. അങ്ങനെ ഗ്യാമിൻ ഓടി വന്ന് ഇവനോട് ചോദിക്കുകയാണ് എന്താ ശരിക്കും സംഭവിച്ചത്. അപ്പോൾ ഇവൻ പറയും, ശരിക്കും കൊലപാതകം ചെയ്തത് മറ്റൊരാളാണ്, ഇത്തിരി കൂടെ പ്രായമുള്ള ഒരാൾ. അവൻ കൊലപാതകത്തിന് ശേഷം കത്തി കഴുകുന്നത് വാഷ്റൂമിൽ നിന്ന് മറിഞ്ഞ് ഇവൻ കണ്ടിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ YB മെമ്പേഴ്സിനിടയിലുള്ള ഒരു രഹസ്യമാണിത്. യൂൻബോ ഗ്യാങ്ങിൽ ആരെയെങ്കിലും കൊന്നാൽ ബാക്കപ്പ് ഫൈറ്റേഴ്സ് ആ കേസ് ഏറ്റെടുക്കും. അങ്ങനെ ഇപ്പോൾ ഇവൻ്റെ അടുത്ത് നിന്ന് അറിഞ്ഞ് ഈ കാര്യങ്ങളെല്ലാം ഗ്യാമിൻ നേരെ സ്റ്റഡി ഗ്രൂപ്പിൻ്റെ അടുത്ത് ചെന്ന് പറയും. എന്നാൽ അവരെല്ലാവരും നീ ഇതൊക്കെ വിശ്വസിക്കാൻ പോവുകയാണോ, അവൻ നിന്നെ പറ്റിച്ച് പ്രശ്നത്തിലാക്കാൻ വേണ്ടി നോക്കുകയാണ് എന്നൊക്കെ. എന്നാൽ ഗ്യാമിനാണെങ്കിൽ സഞ്ജുവിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ ഒരു സങ്കടം. എനിക്കറിയാം, അവൻ്റെ കണ്ണുകൾ പറയുന്നുണ്ട് അവന് പഠിക്കാൻ ആഗ്രഹമുണ്ടെന്ന്. ഇപ്പോൾ ഗ്യാമിനാണെങ്കിൽ അത്രയ്ക്ക് ഉറപ്പിച്ച് അവനെ വിശ്വസിച്ച് നിൽക്കുന്നത് കൊണ്ട് തന്നെ സ്റ്റഡി ഗ്രൂപ്പും സഞ്ജോളിനെ വിശ്വസിക്കാൻ സമ്മതിക്കും. ഇപ്പോൾ ഹേവോൺ ചോദിക്കും, അല്ല നമ്മൾ ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇത് കേൾക്കുന്ന ഗ്യാമിൻ പറയും, വലിച്ചെറിയാനാണെങ്കിൽ അയാൾ ആ കത്തി ഒരിക്കലും കഴുകി വെക്കില്ല,
അങ്ങനെ ഇപ്പോൾ കത്തി അന്വേഷിച്ച് ഗ്യാമിനും ജീവുവും ജൂണും കൂടി വൈബി ഫാമിലിയിലോട്ട് കയറാൻ വേണ്ടി നിൽക്കുകയാണ്. ഈ വൈബി ഫാമിലിയിൽ ഉണ്ടായിരുന്ന കുറേ എണ്ണത്തിനെ കുറച്ച് നാൾ മുന്നേ ഗ്യാമിനും കൂട്ടനും കൂടെ അടിച്ച് ശരിയാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അവരുടെ അടുത്ത് പോയി ഈ വൈബി ഫാമിലിയുടെ യൂണിഫോം ഒക്കെ വാങ്ങിയിട്ടാണ് അവർ പോകുന്നത്. ഇവരുടെ കൂടെ വൈബിയിലോട്ട് കയറി ചെല്ലാൻ പറ്റാത്തത് കൊണ്ട് തന്നെ സേഹോണും ഹേവോണും പുറത്ത് ഫോൺ വഴി ഇവരെ കണക്ട് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ആവശ്യം വന്നാൽ പോലീസിനെ വിളിക്കാനും മറ്റുമായിട്ട്. കയറി ചെല്ലുന്നിടത്ത് തന്നെ 2 സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ട്. ഈ വൈബിയിലുള്ള മറ്റേ സ്കൂളിലെ 3 എണ്ണത്തിൻ്റെ പേര് ഇവർ ഗാർഡ്സിനോട് പറയും. അവരുടെ പേര് ഉപയോഗിച്ചിട്ടായിരിക്കും അവർ ഉള്ളിൽ കയറുന്നത്. അവരുടെ ആരുടെയും മുഖം സെക്യൂരിറ്റി ഗാർഡ്സിന് അറിയാത്തത് കൊണ്ട് തന്നെ വലിയ പ്രശ്നമില്ലാതെ ഇവരെ കടത്തിവിടുന്നു. അങ്ങനെ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് സന്തോഷത്തിൽ പോകുമ്പോഴാണ് ഇവർ പിറകിൽ നിന്ന് വിളിക്കുന്നത്. പെട്ടടാ പെട്ട്, നമ്മൾ ഇന്ന് തീർന്നെന്നും പറഞ്ഞാണ് ഇവർ നിൽക്കുന്നത്. ആ ഗ്ലാസ് വെച്ചൊന്നും തിരിഞ്ഞ് ഗ്യാമിനെയാണ് ഇവർ വിളിക്കുന്നത്. പേടിച്ച് ഇവർ 3ഉം കൂടെ തിരിഞ്ഞു നോക്കുമ്പോൾ ബാഗും കൊണ്ടുവരാൻ ഇതെന്താണ് നിന്റെ സ്കൂളാണോ എന്നും ചോദിച്ച് ഗ്യാമിനെ കളിയാക്കിയാണ് ആ ഗാർഡ്സ്. തലനാരിഴക്ക് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പോകുമ്പോൾ ഗ്യാമിൻ പറയാണ്, സോറി മിഡ് വരികയല്ലേ, അതാ ബാഗ് എടുത്ത്. എന്നാൽ പക്ഷേ ഇവർ കയറി ചെല്ലുന്നത് നല്ല കറക്റ്റ് സമയത്താണ്. കാരണം ആ സമയം അവിടെ ഒരു ബാക്കപ്പ് ഫൈറ്റേഴ്സിൻ്റെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഏതാണ്ട് എല്ലാ ബാക്കപ്പ് ഫൈറ്റേഴ്സും അവിടെയുണ്ട്. റിസ്ക് എടുക്കണ്ട, വേഗം ഇറങ്ങിക്കോളാൻ സേഹോണും ഹേവോണും കൂടി ഇവരോട് പറയുന്നുണ്ട്. എന്നാൽ അവിടെ എത്തിയ സ്ഥിതിക്ക് ഇറങ്ങാൻ ഗ്യാമിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഒരു കൈ നോക്കാൻ തന്നെ തീരുമാനിച്ച് 3 പേരും ആരും കാണാതെ അവിടെ നിന്ന് നേരെ മുകളിലോട്ട് കയറിപ്പോകും. ഇപ്പോൾ ആ മീറ്റിംഗ് കൂടുന്നിടത്ത് വല്ലാതെ വിഷമിച്ച് സെൻജോൾ ഇരിക്കുന്നത് കാണാം. ഇവർ പോകുന്ന സ്ഥലമെല്ലാം സേഫ് ആണോ എന്നറിയാൻ വേണ്ടി ഹേവോണും സേഹോണും കൂടി ഡ്രോണിൽ അവിടെ ചെക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവിടെ റൂമിൽ പീഹാനും കൂട്ടരുമുള്ള കാര്യം ഗ്യാമിനെ ഇവൻ അറിയിക്കും. പീഹാൻ, മിൻഹാൻ, പിന്നെ ആ കൊലപാതകം ശരിക്കും ചെയ്ത ആ കൊലപാതകി, പിന്നെ ഒരു ട്രെയിനർ, ഇവർ 3-4 പേര് കൂടെ ഒരു റൂമിൽ നിന്ന് ഇറങ്ങി നേരെ വരുന്നത് ഗ്യാമിനും കൂടെ നിൽക്കുന്ന സ്റ്റെപ്പിൻ്റെ അടുത്തേക്കാണ്. കാരണം ലിഫ്റ്റ് റിപ്പയറിങ്ങിലാണ്. എന്നാൽ പെട്ടെന്ന് തന്നെ ഇത് കാണുന്നതും 3ഉം പോയി ഒളിക്കുന്നുണ്ട്. അങ്ങനെ പോകുന്ന സമയത്താണ് റൂഫ് ടോപ്പിൽ നിന്ന് എന്തോ ഒരു സൗണ്ട് ഒരു ട്രെയിനർ കേൾക്കുന്നത്. റൂഫ് ടോപ്പിൽ നിന്ന് താൻ എന്തോ സൗണ്ട് കേട്ടു എന്നിവൻ ഇങ്ങനെ പറയുമ്പോൾ അവിടെയൊക്കെ ഈ സമയത്ത് ആര് വരാനാണെന്ന് ചോദിക്കുകയാണ്. ആ കൊലപാതകി എന്നാലും ഒരു സേഫ്റ്റിക്ക് ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് ഇവൻ അങ്ങോട്ടേക്ക് പോകുമ്പോൾ റൂഫ് ടോപ്പിലല്ലട പൊട്ട, ഞങ്ങൾ 2nd ഫ്ലോറിലാണുള്ളതെന്നും പറഞ്ഞ് ജീവു നോക്കുമ്പോഴാണ് അവൾ അക്കാര്യം മനസ്സിലാക്കുന്നത്. ഇവരുടെ കൂടെ ഗ്യാമിനില്ല. ഗ്യാമിൻ ഇപ്പോൾ റൂഫ് ടോപ്പിലാണുള്ളത്. അറിയാതെ കൂട്ടം തെറ്റി അവൻ അങ്ങോട്ട് കയറി ഒളിച്ചതാണ്. ആ ട്രെയിനർ വന്ന് റൂഫ് ടോപ്പെല്ലാം ചെക്ക് ചെയ്യും. എന്നാൽ ആരെയും കാണാൻ പറ്റാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. അതിന് മുകളിൽ കയറിയായിരിക്കും ഗ്യാമിൻ ഒളിച്ചിട്ടുണ്ടാവുക. ട്രെയിനർ പോയതിനു ശേഷം താഴെ ഇറങ്ങി അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുമ്പോഴാണ് അവൻ ആ കാര്യം മനസ്സിലാക്കുന്നത്. റൂഫ് ടോപ്പിൻ്റെ വാതിൽ ലോക്ക് ചെയ്തിട്ടാണ് ആ ട്രെയിനർ പോയിട്ടുള്ളത്. ശേഷം ഇപ്പോൾ മീറ്റിങ്ങിലേക്ക് പീഹാൻ വന്ന് സെൻജോളിനെ അവൻ്റെ അടുത്തേക്ക് വിളിപ്പിക്കും. ശേഷം സെൻജോൾ നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്തിരിക്കുകയാണെന്നും പറഞ്ഞ് ഇവനൊരു ബാഗ് നിറയെ പൈസ കൊടുക്കും. ഇത് നിന്റെ മുഖം രക്ഷിക്കാനാ, ഗ്രാൻഡ് പായുടെ ഹോസ്പിറ്റൽ പൈസക്കും യൂസ് ചെയ്യാം. മനസ്സോടെ സെൻജോൾ അത് വാങ്ങും. ഇപ്പോൾ ഗ്യാമിനാണെങ്കിൽ റൂഫ് ടോപ്പിൽ കുടുങ്ങിപ്പോയത് കൊണ്ട് തന്നെ ജീവുവും ജൂണിനും ഒറ്റയ്ക്ക് ദൗത്യം ഏറ്റെടുത്തേ പറ്റൂ. അവിടെ നമ്മളെങ്ങനെ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യുന്നത് എന്ന് ചോദിച്ച് ജീവു നോക്കുമ്പോഴാണ് എന്തോ ഒരു പ്രശ്നം അവൾ കാണുന്നത്. ഇപ്പോൾ ജീവു എന്തിനെ കണ്ടാണ് പേടിച്ചതെന്ന് നോക്കുമ്പോൾ ഒരുത്തൻ ഇവരെ 2 പേരെയും കൂടെ കൈയോടെ പൊക്കിയിരിക്കുകയാണ്. അതായത് ഇവർ ഏതോ ഒരു സ്കൂളിലെ ബാക്കപ്പ് ഫൈറ്റേഴ്സ് ആണെന്നും പറഞ്ഞ് ആൾമാറാട്ടത്തിലൂടെയല്ലേ ഇവിടെ കയറി പറ്റിയിരിക്കുന്നത്. ആ സ്കൂളിൽ തന്നെ ഉള്ളവനാണ് ദേ ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. എന്നിട്ട് ജൂൺ പറയും, ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം, നീ പോയി ബാക്കി കാര്യം നോക്കിക്കോ. ശരി, ഒരു തവണ നിനക്ക് ആളാവാൻ ഞാൻ അവസരം തരാം, പറ്റുന്നത്ര പിടിച്ചു നിൽക്കാൻ നോക്ക് എന്ന് പറഞ്ഞ് ജീവു അവിടെ നിന്ന് പോകും. ഇതേ സമയം പുറത്തു നിൽക്കുന്ന ഹേവോണും സേഹോണും ആ ഒരു കാഴ്ച കാണുകയാണ്. നമ്മുടെ പോലീസുകാരൻ അങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ്. ഗ്യാമിനാണെങ്കിൽ വാതിൽ തല്ലി തകർക്കാൻ നോക്കിയിട്ടും പറ്റുന്നില്ല. ജൂണിനും മറ്റവൻ്റെ കൂടെ ഫൈറ്റ് ചെയ്ത് പിടിച്ചു നിൽക്കാനും പറ്റുന്നുണ്ടാവില്ല. ഇതേ സമയം ജീവു ആണെങ്കിൽ അവരുടെ റൂമിൽ കയറി കൊലപാതകത്തിന് യൂസ് ചെയ്ത കത്തി കൈക്കലാക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ പെട്ടെന്ന് അവിടേക്ക് ആരോ വരുന്ന പോലെ തോന്നുന്നതും അവൾ ടേബിളിൻ്റെ അടിയിൽ കയറി ഒളിക്കും. അത് നേരത്തെ ആ ട്രെയിനർ ആയിരുന്നു. എന്തോ സംശയം തോന്നിയിട്ടായിരിക്കണം ആ ട്രെയിനർ അവിടെയെല്ലാം ചെക്ക് ചെയ്യാണ്. എന്നാൽ ആരെയും കാണാത്തതുകൊണ്ട് അവൻ അവിടെ നിന്ന് പോകുന്നതും മറഞ്ഞിരിക്കുന്ന ജീവുവും ഇവൻ പോയെന്ന് അറിയാൻ വേണ്ടി തലയിട്ട് നോക്കുമ്പോഴാണ് കറക്റ്റ് സമയത്ത് അവൻ ടേബിളിൻ്റെ അടിയിലോട്ട് തലയിട്ട് നോക്കി. ആഹാ, നീ ഒരു പെൺകുട്ടിയായിരുന്നോ, എന്തായാലും അടിപൊളി. ശേഷം ഇതേ സമയം അകത്തേക്ക് കയറി വന്ന പോലീസുകാരൻ കാണുന്നത് സെൻജോൾ ഞാനൊരാളെ കൊന്നു എന്ന് പറയുന്നതും അത് കേട്ട് പീഹാൻ ഉൾപ്പെടെ എല്ലാവരും കൈയടിക്കുന്നതുമാണ്. ഇതെല്ലാം കണ്ട് ഇതെന്താ സംഭവം എന്ന് അറിയാതിരിക്കുകയാണ് ആ പോലീസുകാരൻ. അങ്ങനെ അതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡ് ഉടൻ വരുന്നതാണ്.
ആ എപ്പിസോഡുകളെല്ലാം മിസ്സാവാതിരിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.